മിറക്കിൾ ഹാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മാമ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പുളിയുള്ള മാമ്പഴമാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, 1 കപ്പ് തൈര്, മസാല എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ജീരകം, ഉലുവ, കടുക്, എണ്ണ. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരുന്ന എല്ലാ മാമ്പഴത്തിൻ്റെയും തൊലി നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാം. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മാമ്പഴം എടുക്കും. വലിയ മാമ്പഴം എടുക്കുന്നതിൽ നല്ല ഇതുപോലെ ചെറിയ മാമ്പഴമാണ്. ചെറിയ മാമ്പഴം വെച്ച് നമ്മൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കണം, നല്ല ടേസ്റ്റ് കിട്ടും. ഇതുപോലെ ഞാൻ എല്ലാ മാമ്പഴത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പച്ചമുളകിന് ഒത്തിരി എരിവില്ലാത്ത ആയതുകൊണ്ട് ഞാനൊരു 8-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി നമുക്ക് 4ആയിട്ട് വേണം കീറിയിടാനായിട്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഞാൻ ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ഈ മാമ്പഴവും അരിഞ്ഞെടുക്കുന്ന ഉള്ളിയും പച്ചമുളകും എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷമാണ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ചട്ടി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും മാമ്പഴവും കൂടെ നമുക്കിത് എണ്ണയിലിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഇതുപോലെ വെച്ച് ഇളക്കി കൊടുക്കുന്നത്. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 10-15 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടെ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മാമ്പഴം വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് മാമ്പഴം വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഇതുപോലെ കുറച്ച് ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഞാൻ ഈ അരച്ചെടുത്ത അരപ്പ് സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തൈര് നമുക്ക് ഉടച്ചെടുക്കണം. തൈര് എപ്പോഴും നമ്മൾ ഉടച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മൾ ഈ തൈര് ഡയറക്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കട്ട കെട്ടിക്കിടക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന മാമ്പഴം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മാമ്പഴത്തിനകത്ത് വേവിക്കാൻ വേണ്ടി വെച്ചപ്പം കുറച്ച് വെള്ളം ചേർത്തിരുന്നു. ഈ വെള്ളം പകുതിയോളം വറ്റി വന്നിട്ടുമുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം വെള്ളം ആവശ്യമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. വെള്ളം ചേർത്ത് 1 നെല്ലിക്കയുടെ വലുപ്പത്തിൽ ശർക്കര കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ ശർക്കരയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് അടച്ചു വെക്കാം. ഇത് നന്നായിട്ട് തിളച്ചു വരാൻ വേണ്ടി നമ്മൾ ഈ ചേർത്ത് കൊടുത്ത അരപ്പിന്റെ പച്ചമണം മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാണ്ട്. തൈര് ചേർത്തതിന് ശേഷം തീ കത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചട്ടിയുടെ ചൂടിൽ ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്തോടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക.
ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ച് ചേർത്താൽ മതി. താളിച്ച് ചേർക്കാൻ വേണ്ടി നമുക്ക് പാൻ അടുപ്പേ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് ഉലുവ നല്ലതുപോലെ മൂത്ത് കഴിയുമ്പം ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് 1/2 ടീസ്പൂണോളം ഉള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് 1 സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ഇത് ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം 5 മിനിറ്റ്. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എരിവും മധുരവും പുളിയും ചേർന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.